രാഷ്ട്രീയത്തെക്കുറിച്ച് നിരവധി നിർവചനങ്ങളുണ്ട്. അതിലേറ്റവും ഗൗരവതരമായ ഒരെണ്ണമാണ് അത് അവസരങ്ങളുടെ കലയാണ് എന്നത്. അതുപോലെ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയും, നാളെ എന്ത് സംഭവിക്കും എന്ന് നിസ്സംശയം ഉറപ്പിച്ച് പറയുക. അത് നടക്കാതെ വരുമ്പോൾ അത് എന്തുകൊണ്ടാണ് നടക്കാതിരുന്നത് എന്ന് അതിനേക്കാൾ വ്യക്തമായി പറയുക. അപ്പം നടക്കുകയില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യം പോലും നടക്കും എന്ന് ഉറപ്പിച്ച് പറയുന്നവനാണ് രാഷ്ട്രീയക്കാരൻ. അങ്ങനെ അഭിപ്രായം പറയുകയും അത് തെറ്റായി വരികയും ചെയ്യുമ്പോൾ ന്യായീകരിക്കാൻ വേണ്ടി കേരളത്തിൽ മുമ്പ് ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞിട്ടുണ്ട്, അഭിപ്രായം ഇരുമ്പുലൊക്കെയല്ല എന്ന് പറഞ്ഞാൽ അഭിപ്രായം പറയുകയും അത് മാറിപ്പറയുകയും ചെയ്യും, അഭിപ്രായം മാറ്റിക്കൂടാത്തതല്ല എന്ന്. ഇതെല്ലാം ഞാനിപ്പോൾ ഓർമ്മിക്കാൻ കാരണം ഇപ്പോൾ നടന്ന ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നിരിക്കുന്നു. ആ ഫലം രണ്ടുപേരും NDAയും INDIA മുന്നണിയും രണ്ടുപേരും വിജയിച്ചെന്നാണ് പറയുന്നത്. INDIA മുന്നണി പറയുന്നത് 400 സീറ്റ് പിടിക്കുമെന്ന് പറഞ്ഞാൽ BJPക്കാരന് അത്രയും പിടിക്കാനൊത്തില്ല. അധികാരം അവർക്ക് കിട്ടിയെങ്കിലും അവരുടെ സീറ്റ് കുറഞ്ഞു, അതുകൊണ്ട് അത് ഞങ്ങളുടെ വിജയമാണ് എന്നാണ് INDIA പറയുന്നത്. NDA നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായി വരികയും അധികാരത്തിലെത്തുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് അവരുടെ വിജയവാദത്തിൻ്റെ അടിസ്ഥാനം. ഫലത്തിലത് സത്യമാണ്. അവരാണ് ഇതുവരെ തുടർന്ന് വന്ന ഭരണം വീണ്ടും തുടർന്നു പോകുന്നു. പക്ഷെ അതിന് വന്നത് ഇതുവരെ BJPക്ക് മറ്റാരുടെയും പിന്തുണ ഇല്ലാതെ തന്നെയും ഭരിക്കാൻ കഴിയുമായിരുന്നൊരു സാഹചര്യത്തിൽ നിന്ന് മാറി ഇപ്പോൾ സഖ്യകക്ഷികളുടെ സഹായത്തോടു കൂടി മാത്രമേ ഭരിക്കാൻ കഴിയുള്ളൂ എന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന് ആരോഗ്യകരമായ ഒന്നാണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. എന്നാൽ ഇതിനെ INDIA മുന്നണിക്കാർ കാണുന്ന ഒരു തമാശ, അത് അവർ മാത്രമല്ല, ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളുടെ ഒരു തമാശ. നരേന്ദ്രമോദിക്ക് ഭരിക്കണമെങ്കിൽ സഖ്യകക്ഷികളെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. ആ സഖ്യകക്ഷികളെ ആശ്രയിക്കുന്ന നരേന്ദ്രമോദിയുടെ BJPക്ക് ഏകദേശം 240 സീറ്റ് കിട്ടിയിട്ടുണ്ട്. ബാക്കി സീറ്റുകളിലേക്കാണ് ഈ സഖ്യകക്ഷികളുമായിട്ട് ചന്ദ്രബാബു നായിഡുവോ നിതീഷ് കുമാറോ ഇതുപോലുള്ള എല്ലാ കക്ഷികളുമായിട്ടുമുള്ള ധാരണ ഉണ്ടായിരിക്കുന്നത്. അത് നേരത്തെ അലയൻസായിരുന്നു മത്സരിച്ച് ജയിച്ചവരാണ്. അപ്പോൾ അത് പോസ്റ്റ് പോൾ അലയൻസ് അല്ല, മറിച്ച് INDIAയും അങ്ങനെയാണ്. പക്ഷേ INDIA പരസ്പരം മത്സരിക്കുകയും ചെയ്തു. ബംഗാളിൽ മമതയും അവരുമായി മത്സരിച്ചു, കേരളത്തിൽ CPMഉം കോൺഗ്രസുമായി മത്സരിച്ചു. അങ്ങനെ പലയിടങ്ങളിലും അവർ പരസ്പരവും മത്സരിച്ചാണ് ജയിച്ചത്. കുറേ കാര്യങ്ങൾ ജയിക്കുകയും തോൽക്കുകയും ചെയ്തു. അപ്പോൾ അത് ഒരു പ്രീ പോൾ അലയൻസ് എന്ന് പറയാൻ കഴിയില്ല, അതൊരു പോസ്റ്റ് പോൾ അലയൻസ് ആയിട്ടാണ് മാറിയത്. NDAയുടേത് ഒരു പ്രീ പോൾ അലയൻസ് ആയിരുന്നു. ആ അലയൻസ് ജയിച്ചിരിക്കുന്നു. അത് ജയിച്ചത് എന്നെക്കുറിച്ചാണ് ഈ പരിഹാസപൂർവ്വം ഇങ്ങനെ പറയുന്നത്. അവർക്ക് നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിയായി ഭരിക്കണമെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നിരിക്കുന്നു. പക്ഷേ 90 സീറ്റ് 89 സീറ്റോ മറ്റോ നേടിയ കോൺഗ്രസിൻ്റെ കാര്യവും അവർക്ക് എത്ര പാർട്ടികളുടെ പിൻപിൽ എത്ര പാർട്ടികളെ ആശ്രയിച്ചാണ് ഭരിക്കാൻ കഴിയുക? എന്നിട്ടും അവർ പറയുന്നു ഞങ്ങൾ ജയിച്ചിരിക്കുന്നു, കാരണം നരേന്ദ്രമോദിക്ക് സീറ്റ് കുറഞ്ഞു, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന് അവരുടെ മുന്നണിക്ക് ഭരിക്കാൻ കഴിയുന്നുള്ളൂ, BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുന്നില്ല. ഇതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ തമാശ എനിക്ക് ഓർമ്മ വന്നത്. ഇവിടെ എല്ലാ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകളെല്ലാവരും അമിതമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവരാണെന്ന് നമുക്കറിയാം. 400 സീറ്റ് കിട്ടും, 500 സീറ്റ് കിട്ടും എന്നൊക്കെ എല്ലാവരും പറയും. ജൂൺ 3-ാം തീയതി വരെ എല്ലാവരും ജയിക്കുമെന്ന് പറഞ്ഞു. LDF ഒക്കെ പറഞ്ഞാൽ ഞങ്ങൾ തൂത്തുവാരും എന്നാണ് പറഞ്ഞത്. കേരളത്തിൽ എന്തായ സ്ഥിതി? ഒരു സീറ്റ് കഷ്ടിച്ച്, ഒരു മന്ത്രി എന്ന് മത്സരിച്ച ഒരു സീറ്റ് കഷ്ടിച്ചെന്ന് ജയിച്ച് കിട്ടി, ബാക്കി മുഴുവൻ സീറ്റും പോയി. ഒരു കാരണവശാലും താമര പിരിയാൻ അനുവദിക്കുകയില്ല കേരളത്തിൽ എന്ന് UDFും LDFും ഒരുമിച്ചാണ് പറഞ്ഞത്.
പല വർഷങ്ങളായി അവർ BJPയെ ചെറുക്കുന്നതിന് വേണ്ടി പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് വോട്ട് ചെയ്യാറുമുണ്ട്. ഇത്തവണയും അത് പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് തൃശ്ശൂർ സുരേഷ് ഗോപി താമര വിരിയിച്ചെന്ന് മാത്രമല്ല 76,000-ലേറെ വോട്ട് ഭൂരിപക്ഷം നേടുകയും ചെയ്തു. ആ ഭൂരിപക്ഷത്തെ അംഗീകരിക്കാനോ ജനങ്ങളുടെ മാൻഡേറ്റിനെ അംഗീകരിക്കാനോ മറ്റുള്ളവർക്ക് സാധ്യമാകുന്നില്ല. കാരണം BJP ആണ് ജയിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട്. അപ്പോൾ ഇത് ആണ് കേരളത്തിലെ അന്തരീക്ഷത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആലപ്പുഴ, ആറ്റിങ്ങൽ തുടങ്ങിയ പല മതിയോ തിരുവനന്തപുരത്ത് ശശി തരൂർ ജയിച്ചതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ ശശി തരൂർ എല്ലാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഒരു കടൽ തീരത്ത് സ്വാധീനമുള്ള സഭ, ആ സഭയുടെ മേലധ്യക്ഷന്മാർക്ക് കോടികളാണ് കൊടുക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെയും പോളിംഗിന് 2 ദിവസം മുമ്പ് അങ്ങനെ ഒരു ഡീല് നടന്നതായിട്ട് വ്യക്തമായ അറിവുണ്ട്. ആ ഡീലിൻ്റെ ഭാഗമായി വോട്ട് കൊടുക്കുകയും അവർ ഇടയലേഖനങ്ങൾ വായിക്കുകയും ചെയ്തു ശശി തരൂരിന് വോട്ട് കൊടുക്കണമെന്ന്. അങ്ങനെ വിയർത്ത് തളർന്നാണ് ഏതാണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം വരെയും രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്തു. ഏറ്റവും ഒടുവിൽ കോവളവും നെയ്യാറ്റിൻകരയും പാറശാലയും, അതായത് നേരത്തെ പറഞ്ഞ ഈ സഭയ്ക്ക് സ്വാധീനമുള്ള മേഖലകൾ വന്നപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു വിരൽ അനക്കിയിട്ടില്ലാത്ത ആളാണ് ശശി തരൂർ. 15 വർഷം MP ആയിട്ടിരുന്നിട്ട് ഒരു വകയും ചെയ്യാതെ ഇപ്പോഴും ആളുകൾ കടൽ വീണ് മരിച്ചുകൊണ്ടിരിക്കുകയും ഉപജീവനമാർഗം ഇല്ലാതിരിക്കുകയും ചെയ്തിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്ന ശശി തരൂരിന് വേണ്ടി വോട്ട് കൊടുക്കണമെന്ന് പറയാൻ പള്ളി നേതാക്കന്മാർ തയ്യാറായത്, സഭാധ്യക്ഷന്മാർ തയ്യാറായതിൻ്റെ കാരണം പൈസയാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുക എന്നതാണ് ശശി തരൂർ ചെയ്തത്. അങ്ങനെ പർച്ചേസ് ചെയ്തതിൻ്റെ ഫലമായി ഒരു 16,000-ൽ ചില്ലുവാന വോട്ടിന് ശശി തരൂർ കഴിഞ്ഞവണ 1,00,000-ഓളം വോട്ടിന് ജയിച്ചയാൾ തവണ ഒരു 16,000 വോട്ടിന് കഷ്ടിച്ച് തടി ഊരി. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച ഒരു തിരഞ്ഞെടുപ്പ് അട്ടിമറിയാണ്. അപ്പോൾ ഇങ്ങനെ ശശി തരൂർ ജയിച്ചു, അത് കുഴപ്പമില്ല. സുരേഷ് ഗോപി BJP ജയിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിവിടുത്തെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന രീതിയും അതാണ്. അപ്പം ജയിക്കുന്നത് അല്ല പ്രശ്നം, ജയിക്കുന്നതല്ല, ഒരു വോട്ടിന് ജയിച്ചാലും വിജയമാണെന്നാണ് പറയുന്നത്. മുന്നണി ഭരണം എന്ന് പറയുന്നത് ഇവിടെ തികച്ചും സാധാരണമാണ്. 10-18 പാർട്ടികളുടെ ഒരു സംഘമാണ് ഈ INDIA എന്ന് പറയുന്നത്. അങ്ങനെ 10-18 പാർട്ടികൾ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഘം 4-5 പാർട്ടികൾ ചേർന്നുള്ള ഒരു മുന്നണിയെയാണ് ആക്ഷേപിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആക്ഷേപിക്കാൻ കഴിയുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതുപോലെ ഇരുമ്പുലക്കയല്ല അഭിപ്രായം. അവർക്ക് ഇങ്ങനെ ചെയ്യാം, ഞങ്ങൾക്കിങ്ങനെ ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലാണെങ്കിൽ ഇപ്പം ആലപ്പുഴയിലും ആറ്റിങ്ങിലും എല്ലാം BJP ലക്ഷങ്ങളാണ് കൂടുതൽ പിടിച്ചത്, ലക്ഷക്കണക്കിന് വോട്ടുകളാണ് കൂടുതൽ പിടിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തേക്കാൾ. മറ്റ് LDF കുറഞ്ഞിരിക്കുന്നു. മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും അവർക്ക് വോട്ട് കുറയുകയും എല്ലായിടങ്ങളിലും BJPക്കാർ വോട്ട് കൂടുതൽ പിടിക്കുകയും ചെയ്തു. ഇതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം, ഇതാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. ആ ട്രെൻഡ് നിലനിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന LDFും UDFും ഫലത്തിൽ ഏതായാലും കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു വീഡിയോ ആദ്യം ചെയ്തിരുന്നു, തോൽപ്പിക്കാൻ വേണ്ടി മത്സരിക്കുന്നവരെന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാൻ പറഞ്ഞിരുന്നു LDF എന്ന് പറയുന്നത് ഈ തായ്ക്കണ്ടി മോൻ വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു വിജയം വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ നാശമായിരിക്കും എന്ന് ഞാനും പറഞ്ഞിരുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അത് മനസ്സിലായിട്ടുണ്ട്. ആളുകളുടെ മുഴുവൻ പൊതുധാരണയും അതായതുകൊണ്ടാണ് ഇത്രയും ക്ലീനായിട്ട് LDFിന് തോൽപ്പിച്ചത്. ഈ തോൽവി ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന അഥവാ തായ്ക്കണ്ടി വിജയൻ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അടിവേര് തോണ്ടിയതിന് ശേഷം നാടുവിടും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെ തന്നെ കേരളത്തിലും
ഈ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ അടിവേര് എടുത്ത് അറബിക്കടലിൽ എറിഞ്ഞതിന് ശേഷം പുള്ളിയും കുടുംബവും സസുഖം ഇതുവരെ നേടിയ കോടികൾ, സഹസ്ര കോടികളുമായി രക്ഷപ്പെട്ടു പോകും. ദുബായിലോ UAEയിലോ എവിടെയെങ്കിലും ചെന്ന് സുഖമായി ഒരു 10 തലമുറയ്ക്ക് കഴിയാനുള്ള കാശുണ്ടാക്കിയിട്ടുണ്ട്, കഴിയുകയും ചെയ്യും. കമ്മ്യൂണിസം സ്വാഹ. ഒരു കാര്യമുള്ളത്, ഒരുവിധം അന്തസ്സുണ്ടെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹം രാജിവെച്ച് പിരിയേണ്ടതാണ്. ഒരു കാരണവശാലും ഇദ്ദേഹത്തിന് ഈ LDF എന്ന് പറയുന്ന സംവിധാനത്തിന് കേരളം ഭരിക്കാൻ അവകാശമില്ല. അവർ നിർത്തിയ 5 MLA-മാർ, ഒരു മന്ത്രി ഒഴികെ ബാക്കി സർവ്വപേരും തോറ്റു. അവരുടെ സ്ഥാനാർത്ഥികൾ മുഴുവൻ തോറ്റ് തൊപ്പിയിട്ടു. കേരളത്തിൽ അവരുടെ മാൻഡേറ്റ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാന്യമായി ചെയ്യേണ്ടത് ഈ മന്ത്രിസഭ രാജിവെച്ച് പോവുകയാണ്. അത് ചെയ്യുമെന്നൊന്നും കരുതുന്നില്ല, പക്ഷെ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് ഇത് കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് ആവശ്യപ്പെടേണ്ട കാര്യമാണ്. പോകൂ, പുറത്തു പോകൂ, നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് ജനങ്ങൾ പറഞ്ഞിരിക്കുന്നു. മറിച്ച് ഒരു കാരണവശാലും ഇവിടെ വിരിയുകയില്ല എന്ന് പറയുന്ന താമര നിസ്സാരമായ വോട്ടുകൾക്കല്ല, 76,000-ഓളം വോട്ടിന് വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് അതൊരു സൂചനയാണ്. LDF അഥവാ CPM പോകുന്നു, BJP പകരം വരുന്നു. കേരളത്തിലെ വിജയം കേരളത്തിൽ മാന്യമായ രാഷ്ട്രീയ വിധി നിർണയിച്ച ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു.